ഒരു സ്ത്രീയിൽ നിന്ന് കളരി പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനറിയപ്പെടുന്നത് തെക്കൻ കളരി എന്നറിയപ്പെട്ടു. കളരി എന്ന സാധനേ ശിവന്റെ സാധനമാണ്. ശിവനാണ് ഉണ്ടാക്കിയേക്കുന്നത്. കേരളത്തിന്റെ തനത് കലയാണ് കളരി എന്ന് പറയുന്നത്. സാധാരണ എല്ലാവരും പറയും ദ മദർ ഓഫ് ഓൾ മാർഷൽ ആർട്സ് എന്ന് പറയും. അതല്ല, കളരി എന്ന സാധനം മാർഷൽ ആർട്സ് അല്ല. ശരിക്കും എല്ലാ കലകളുടെയും അമ്മ എന്ന് പറയും. കളരിയെ എല്ലാവരും കാണുന്നത് ഒരു ആയോധന വിദ്യയായിട്ടാണ്. കളരി ഒരു ആയോധന വിദ്യ അല്ല. തൃശങ്കം എന്ന് പറഞ്ഞ മർമ്മമുണ്ട് ഇവിടെ ഈ ഭാഗത്ത്. ഇവിടെ മർമ്മത്തിൽ ക്ഷതം കൊണ്ടു കഴിഞ്ഞാൽ 41ാമത്തെ ദിവസം നെഞ്ച് പൊട്ടി പുഴു വരും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കളരി ഗുരുക്കൾ വിപിനാണ്. ചേട്ടാ നമസ്കാരം. ഈ കളരി എന്ന് പറയുമ്പോഴേക്കും ഇപ്പം നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ ഇപ്പം എല്ലാവർക്കും ആ ഒരു കാര്യം നമുക്കിപ്പം പരിചിതമായിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് അറിയാം കളരി. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി ആളുകൾക്ക് സിനിമകളിൽ കണ്ടിട്ടാണ് കുറച്ചുകൂടി ആളുകൾക്ക് അറിയാവുന്നത്. ഇപ്പോൾ അത്ര ആളുകൾക്ക് അറിയാമായിരുന്നിട്ടും ഈ ഒരു ഒളിമ്പിക്സിൽ പോലും ഇല്ലാത്തൊരു കലാരൂപമായിട്ട് വരുന്നത്, കായികാഭ്യാസമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് കളരി? കളരി വരുവാ, ഒളിമ്പിക്സിൽ വരുവാണ്. പക്ഷേ ഈ കളരി എന്ന സാധനേ ശിവന്റെ സാധനമാണ്. ശിവനാണ് ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ തനത് കലയാണ് കളരി എന്ന് പറയുന്നത്. സാധാരണ എല്ലാവരും പറയും ദ മദർ ഓഫ് ഓൾ മാർഷൽ ആർട്സ് എന്ന് പറയും. അതല്ല, കളരി എന്ന് പറഞ്ഞ സാധനം മാർഷൽ ആർട്സ് അല്ല. ശരിക്കും എല്ലാ കലകളുടെയും അമ്മ എന്ന് പറയും. ഭരതനാട്യത്തിൻ്റെ ഒരു ചുവടെടുക്കുക, ഒരു പതാക, ഒരു മുദ്ര എടുത്തോ, പതാക എന്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പത്മത്തിൻ്റെ മുദ്ര എടുക്കാനും അതിലെല്ലാം നമുക്ക് കളരി സാധനം കാണാൻ പറ്റും. കഥകളി ആയിക്കോട്ടെ. അപ്പോൾ കളരിയിൽ നിന്ന് വന്നിട്ടുള്ള സാധനം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും പണ്ട് ശിവൻ നൃത്തം കളിച്ച സമയത്ത് അതിൽ നിന്ന് കണ്ടുപഠിച്ചതാണ് ഭരതൻ നാട്യശാസ്ത്രം ഏതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ശിവനിൽ നേരിട്ട് പഠിച്ച ആളാണ് പരശുരാമൻ. ഈ പരശുരാമനാണ് കേരളത്തിൽ കളരി കൊടുക്കുന്നത്. കേരളം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കേരളവും തമിഴ്നാടും കൂടിയ ഭാഗം. അപ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ അകത്ത് 107 ശിവാലയം സ്ഥാപിച്ചതോടൊപ്പം തന്നെ, ദേവീക്ഷേത്രം സ്ഥാപിച്ചതോടൊപ്പം തന്നെ 7 കളരി സ്ഥാപിച്ചു. ഈ 7 കളരി സ്ഥാപിച്ചതിൻ്റെ കാരണം കേരളത്തിൻ്റെ അകത്ത് ഒരു രാജാവ് എങ്ങനെ ആവണം, രാജാവിനെ എങ്ങനെ ആക്കിയെടുക്കാം, എങ്ങനെ വാർത്തെടുക്കാം, എങ്ങനെ എൻ്റെ സംസ്കാരത്തിലൂടെ മുന്നോട്ട് പോയി എനിക്ക് മോക്ഷത്തിൽ കൊണ്ടുവരാം എന്ന് പറഞ്ഞ കൊടുത്ത രീതിയാണ്. അതുകൊണ്ട് ആ രീതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം 7 കളരി സ്ഥാപിച്ചെന്ന് പറയുന്നത്. പക്ഷേ ഈ 7 കളരികളിലും 7 സമ്പ്രദായത്തിൽ പോയേക്കണേ, 7 രീതിയിലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കൂടെ പഠിച്ച കുട്ടി, എൻ്റെ കൂടെ പഠിച്ച പയ്യൻ, ഞങ്ങൾ ഒരു കുഴിയിൽ നിന്ന് പഠിച്ചതായിരിക്കും. പക്ഷേ രണ്ടുപേരും 2 രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ പരശുരാമൻ സൃഷ്ടിച്ച കളരിക്ക് പറയുന്ന പേര് വടക്കൻ സമ്പ്രദായം എന്ന് പറയും. എന്നാൽ അഗസ്ത്യരുണ്ടാക്കിയ ഒരു കളരിയുണ്ട്, അതിന് തെക്കൻ സമ്പ്രദായം എന്ന് പറയും. ഒരു ഒളിമ്പിക്സ് കയറണമെങ്കിൽ ഒരു സ്ട്രാറ്റജി വേണം, അല്ലെങ്കിൽ നമുക്കൊരു ബൈല വേണം. വടക്കൻ സമ്പ്രദായത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് തെക്കൻ സമ്പ്രദായം. ബാഹുബലി സിനിമ ഉണ്ടല്ലേ, അതിൽ ബാഹുബലി പുള്ളി വെട്ടി പോവുകയാണ്, അങ്ങനെ ഇറങ്ങണില്ല. അതിനെ പറ്റി പറയുന്ന പേരാണ് വടക്കൻ സമ്പ്രദായം. അത് പരശുരാമനാണ് പഠിപ്പിക്കുന്നത്. പരശുരാമൻ്റെ രീതി വെച്ചാൽ ഒരു യോദ്ധാവാണ്. യോദ്ധാവ് എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള യോദ്ധാവല്ല ഉദ്ദേശിക്കുന്നത്, മനസ്സിൻ്റെ തലത്തിൽ, മനസ്സിനെ അടക്കുന്ന തലത്തിൽ. എന്നാൽ മാത്രമാണ് മോക്ഷത്തിൽ പോകാൻ പറ്റുള്ളൂ. ഷണ്ടന് പറ്റിയ രീതിയല്ല ഈ പറഞ്ഞ പോലെ മോക്ഷത്തിലെ വഴി. ഷണ്ടെന്ന് ഉദ്ദേശിച്ചാൽ തെറ്റിദ്ധരിക്കരുത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന വ്യക്തിക്കുള്ളതല്ല ഈ മോക്ഷത്തിലുള്ള വഴി. ഒന്നെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ. അപ്പോൾ പരശുരാമൻ പഠിപ്പിച്ചപ്പോൾ ഒരു വാളെടുക്കുന്നതോടൊപ്പം തന്നെ അത് വെട്ടുമാണ്, തടയുമാണ്. എന്നാൽ അഗസ്ത്യർ പഠിച്ചത് ദേവിയിൽ നിന്നാണെന്ന് പറയുന്നത്. കൃത്യമായിട്ട് എനിക്ക് അറിയില്ല, കുറച്ച് അനുഭവം എനിക്കേ ഉള്ളൂ. ദേവിയിൽ നിന്നാണ് അദ്ദേഹം പഠിച്ചത്. അഗസ്ത്യർ സിദ്ധരാണ്, അതിലുപരി ദേവിയിൽ നിന്നാണ് കളരി പഠിക്കുന്നത്. ഒരു സ്ത്രീയിൽ നിന്ന് കളരി പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനറിയപ്പെടുന്നത് തെക്കൻ കളരി എന്നറിയപ്പെട്ടു. അത് അടിമുറയല്ല, തടുത്തിറങ്ങല, വെട്ടലല്ല, തടുത്തിറങ്ങല, പിന്നായാണ്. അപ്പോൾ അതിൻ്റെ ഒറ്റച്ചോട് കൂട്ടച്ചോടൊക്കെ അതിൽ കാണാൻ സാധിക്കും. വടക്കൻ സമ്പ്രദായത്തിൽ കാലുയർത്തി ഫൈറ്റുകൾ, കൈകുത്തി ഫൈറ്റുകൾ, മെയ് ഫൈറ്റുകളൊക്കെ കാണാൻ പറ്റും. എന്നാൽ തെക്കൻ സമ്പ്രദായത്തിൽ വേറെ രീതിയാണ്, ഒറ്റച്ചോടും കൂട്ടച്ചോടാണ്. ഇത് രണ്ടിനെയും ക്ലബ് ചെയ്തുകൊണ്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പറ്റില്ല. മാത്രമല്ല ഞാൻ ചെയ്യുന്ന രീതിയല്ല വേറെ ആൾ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന രീതി വേറെ ചെയ്യില്ല. അപ്പോൾ എൻ്റേത് മാത്രമാണ്. അപ്പം മിക്സിങ് വരാൻ സമ്മതിക്കില്ല. അതുകൊണ്ടൊക്കെയാണ് ഇത്രയും കാലം വരാണ്ടിരുന്നത്. പക്ഷേ ഈ കാലം, ഈ ഒരു 2-3 വർഷമായിട്ട് എല്ലാവരും അതിനെ വർക്കൗട്ട് ചെയ്തിട്ട് ഒരു സിലബസ് ആക്കിയിട്ടുണ്ട്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ
ഒരു കളരി ക്ലാസ്സിൽ കയറി ചെന്നാൽ അവിടെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ലിമിറ്റേഷൻസ് കൂടുതലല്ലായിരിക്കും ഇതെല്ലാം കൂടി ക്ലബ് ചെയ്ത് ഇപ്പോൾ ഒരു ബൈലോ പോലെ ആകുമ്പോഴേക്കും? തീർച്ചയായിട്ടും. അതായത് പഠിപ്പിക്കുന്നത് ഹിന്ദിയാണോ ഇംഗ്ലീഷാണോ കെമിസ്ട്രി ആണോ മനസ്സിലാവില്ല. അല്ലെങ്കിൽ നമുക്കൊരു കളരി ക്ലാസ്സിൽ കയറി ചെന്ന് പറയാൻ പറ്റും ഇത് വടക്കൻ സമ്പ്രദായത്തെ കളരിയാണ്. വടക്കൻ സമ്പ്രദായത്തിൽ കാലുയർത്തി ഫൈറ്റുണ്ട്, നേർകാല് കോൺകാൽ എന്ന് പറഞ്ഞ സംഭവിക്കുന്നുണ്ട്. എന്നാൽ അഗസ്ത്യർ കൊണ്ടുവന്ന സാധനത്തിൽ അതല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ്. പക്ഷേ എൻ്റെ കാഴ്ചയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒളിമ്പിക്സിൽ കൊണ്ടുവരുന്നത് നശിപ്പിക്കലാണ്. കാരണം കളരിയെ എല്ലാവരും കാണുന്നത് ഒരു ആയോധന വിദ്യയായിട്ടാണ്. കളരി ഒരു ആയോധന വിദ്യയല്ല. പരശുരാമൻ 107 ശിവാലയങ്ങളും ദേവക്ഷേത്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നമ്മുടെ കേരളത്തിലുണ്ടാകുന്ന എല്ലാ തന്ത്രവിധി പ്രകാരവും പരശുരാമൻ്റെ അണ്ടറിലാണ് അല്ലേ? പരശുരാമനാണ് എല്ലാം ക്രിയേറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അദ്ദേഹം അങ്ങനെ സാധനം ഉണ്ടാക്കി വന്നിട്ടുണ്ടെങ്കിൽ ആ സാധനത്തിനെ ഉണ്ടാക്കിയെടുക്കാൻ സ്ഥലമാണ് ഈ കളരി ഉണ്ടാക്കിയത്. കളരി എന്ന് പറഞ്ഞാൽ വെറും ഒരു ആയുധവിദ്യയായിട്ട് തരം താഴ്ത്തരുത്, ഒരു മോക്ഷമാർഗ്ഗമാണത്. കാരണം നേരത്തെ പറഞ്ഞത് കളരി എന്ന് പറഞ്ഞ സാധനം ഹഠയോഗത്തിൽ തുടങ്ങുന്നതാണ് കളരി. എല്ലാം ഉണ്ടാവും. പണ്ടൊരു കാലത്ത് ഒരു രാജാവാകാൻ വേണ്ടി പഠിക്കുന്ന ആൾക്ക് ആയുധവിദ്യ മാത്രം പഠിച്ചാൽ പോരാ, ശത്രുക്കളിൽ നിന്നും പഠിച്ചാൽ പോരാ. ഈ മന്ത്രി ഉണ്ടാവും, ഉപദേഷ്ടാവും ഒക്കെ ഉണ്ടാവും. അവരൊക്കെ പല കാര്യം പറയും. പക്ഷേ അതിൽ നിന്നും രാജാവ് സ്വന്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാക്കണം. വേണ്ടേ? അതിനെന്ത് വേണം? അതിന് ചാണക്യ നീതി പഠിക്കണം, നീതിസാരം പഠിക്കണം. അതുമാത്രമല്ല ഒരു വരുന്ന ആളുകളുടെ മനസ്സിനറിയാനുള്ള കഴിവുണ്ടാവണം. വൈദ്യം പഠിക്കണം. വേണ്ടേ? വൈദ്യം പഠിക്കുന്ന വെച്ചാൽ ഇപ്പം ഞാൻ രാജാവാണ് ആയിട്ട് ഇവിടെ ഇരിക്കുക, എൻ്റെ പടയാളി അല്ലെങ്കിൽ എൻ്റെ സേവകൻ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആൾ എന്നെ കൊല്ലാനാണോ എന്നറിയാൻ പറ്റുക? അയാളുടെ ശരീരഭാഷ അറിയാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് തരുന്ന ഭക്ഷണത്തിൽ വിഷം കടത്തിനെങ്കിൽ അറിയാൻ പറ്റുക. അപ്പോൾ ഞാൻ വൈദ്യനാവണം. അപ്പം വൈദ്യവും ഈ പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡ് സൈക്കോളജി, പണ്ടത്തെ ഭീഷ്മരുടെ ഒക്കെ കുറേ ടെക്സ്റ്റുകൾ കിട്ടാനുണ്ട്. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ പഠിച്ച ശേഷമാണ് ഇവരൊക്കെ ആ തലത്തേക്ക് ഉയരുക. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു കളരി. കളരിപ്പയറ്റ് എന്നുകൂടി പറഞ്ഞു. കളരിപ്പയറ്റ് കേന്ദ്രം. കളരി എന്ന് പറഞ്ഞാൽ നാട്യക്കളരി, ആട്ടക്കളരി, കൂത്തുകളരി ഇതൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ പഠിക്കുന്നത് അത് തന്നെയാണ്. ആശാങ്കളരി വരെ ഉണ്ട്. പണ്ടത്തെ കളരികൾ ഇന്ന് ലോപിച്ച് ക്ഷേത്രങ്ങളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കളരി നശിച്ച ഇടത്ത് പിന്നെ പുല്ല് പോലും മുളയ്ക്കില്ല എന്ന് പറയാൻ കാരണം. ഒരു സിനിമയിൽ പറയില്ലേ, കളരി പറമ്പിൽ വന്ന് കിട്ടിയ പ്രേതം എന്ന് പറയില്ലേ നന്ദനത്തിൽ. ആ കളരി സ്ഥലത്തുണ്ട്. ആ സ്ഥലം നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒത്തിരി എൻറ്റിറ്റീസ് ഉണ്ടാവും. പിന്നെ ആ സ്ഥലത്ത് ജീവിക്കാൻ കൊള്ളില്ല. നമ്മൾ ഈ കാവുകൾ പോലെ ഏറ്റവും കൂടുതൽ ഊർജ്ജം നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ് സർപ്പക്കാവുകളും ശിവാലയങ്ങളും. അതുകൊണ്ടാണ് സർപ്പക്കാവുകളിൽ ഏറ്റവും കൂടുതൽ സർപ്പക്കാവാണ്. ശിവാലയത്തിൻ്റെ മുകളിൽ മറ്റേ ധാര ഉള്ള കാരണം വിഷയം ഉണ്ടാവില്ല. സർപ്പക്കാവിൻ്റെ ഉള്ളിൽ എപ്പോഴും നനവുണ്ടാവണം. കാവുകളുണ്ടാവും. കാവ് എപ്പോഴും എവിടെയാണ്? മനത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ മേൽക്കൂര ഉണ്ടാവില്ല. അതിന് അത്രയും ഊർജ്ജം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്രയും ഊർജ്ജം സ്റ്റോർ ചെയ്യുകയും ആ ഊർജ്ജം നമ്മുടെ നാട്ടിലേക്ക് പ്രസരിപ്പിക്കുകയും വേണം. അപ്പോൾ അതൊരു രീതിയാണ്. അപ്പോൾ അതേപോലെ അത്രയും ഊർജ്ജങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു കളരി. ഇപ്പോൾ ഞാൻ നേരത്തെ സിനിമകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പോൾ സിനിമകൾക്ക് വേണ്ടിയിട്ട് ആളുകൾ കളരി പഠിക്കുന്നുണ്ടല്ലോ. പല നടന്മാരും കളരി പഠിക്കുന്നുണ്ട് അതിനു വേണ്ടി മാത്രമായിട്ട്. ചിലപ്പോൾ ഒരു ഷോട്ടിന് വേണ്ടിയിട്ടോ അങ്ങനെ ഒരു സീനിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ ഇങ്ങനെ പഠിക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ തെറ്റുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഇത് ആൾക്കാരിലേക്ക് എത്തുമ്പോൾ, പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അതൊരു തെറ്റിദ്ധാരണയുടെ ഒരു മീഡിയം ആവുന്നില്ലേ അത്? തീർച്ചയായിട്ടും. കളരിയിലെ സിനിമയിലെടുക്കുക, ഒരാൾ വലത് കൈ കൊണ്ട് അടിക്കുക. സിനിമയിൽ തടുക്കുന്നത് എന്തുകൊണ്ടാണ്? വലത് കൈ കൊണ്ട് തടുക്കും. നോക്കിക്കോ, ഇനി സിനിമ കാണുമ്പോൾ ശ്രദ്ധിച്ചോ, ഒരാൾ വലത് കൈ കൊണ്ട് അടിക്കുമ്പോൾ തടുക്കുന്നത് വലത് കൈ കൊണ്ട് തന്നെയാണ്. വലത് കൈ കൊണ്ട് തടുത്തു കഴിഞ്ഞാൽ ബലം ഉണ്ടാവില്ല. കളരി പഠിക്കുന്നത് ഇടത് കൈ തടുക്കാനാണ് പഠിക്കുന്നത്. പക്ഷെ സിനിമയിൽ വലത് കൈ തടുക്കുമ്പോഴാണ് അതിന് ഇമ്പാക്റ്റ് ഉണ്ടാവുക. ഒരാൾ വീഴുമ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ വീണ് കഴിഞ്ഞാൽ പൊടി വരില്ല. അപ്പോൾ എന്ത് ചെയ്യും? കുറേ പൊടി ഇട്ടിട്ട് എന്നെ അവിടേക്ക് വീഴ്ത്തും. എൻ്റെ കാല് ഇത്രയും പൊങ്ങിയാൽ മതി, ബാക്കിത്തെ കുറേ വർക്കൗട്ടില്ല. അപ്പോൾ അതൊരു നാടകീയമായ ക്രിയകളാണ്. കളരിയിൽ നാടകീയമില്ല. ഞാൻ ഒരു വാളും പരിചയം എടുത്ത് പയറ്റുന്നത് എൻ്റെ സുഹൃത്തായിരിക്കും ചിലപ്പോൾ അപ്പുറത്തേക്കുന്നത്.
അവിടെ സുഹൃത്തില്ല. ഞാൻ കാളിയും അവൻ ദാരികനാണ്. മനസ്സിലാവണം. ഇവിടെ ഒരു 10-12 വെട്ടുണ്ട് ഇവിടെ. അങ്ങനെ പയറ്റി ഒരു തലം കഴിഞ്ഞാൽ പിന്നെ പയറ്റിക്കില്ല. പക്ഷെ ഞങ്ങൾക്ക് തൃപ്തിയല്ലാത്തതിൻ്റെ പേരിൽ വീണ്ടും പയറ്റിയതാണ്, വാള് കയറി കൊണ്ടതാണ്. മുമ്പിൽ നിൽക്കുന്നത് അവനും അങ്ങനെ തന്നെയാണ്. അവൻ കാളി, ഞാൻ ദാരികനാ. ദാരിക എന്ന് വെച്ചാൽ അവൻ്റെ ശരീരത്തിൻ്റെ അകത്തുള്ള എല്ലാ അനാവശ്യ ചിന്തകൾ, ഷഡ്വികാരം എന്ന് പറയില്ല, അഷ്ടവികാരം എന്ന് പറയില്ലേ, ആ വികാരത്തിനെയാണ് പുള്ളി പയറ്റണേ. ദാരികൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ അസുരനാണ്. ആ അസുരനോട് ഞാൻ പയറ്റണേ, അല്ലാണ്ട് ഒരു വ്യക്തിയോടല്ല. ആ വ്യക്തിയെ കാണാനും പറ്റില്ല. മനസ്സിലാവണ്ട. അപ്പോൾ അത്രയും സൂക്ഷ്മതയോടെ കൊണ്ടുവരുന്ന സാധനമാണ് കളി. അവിടെ ഡ്രാമയ്ക്ക് പ്രസക്തിയില്ല. പക്ഷെ ഇന്നെല്ലാം ഡ്രാമയാണ്. അതെ 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 അതെ. സീൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണ കണ്ടാൽ നമുക്ക് ചിലപ്പം എനിക്ക് ഈ ഒരു ധാരണ ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ അത് കറക്റ്റ് അവരത് പഠിച്ചൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറേ വർഷങ്ങൾ വേണ്ടി വരില്ലേ, എങ്ങനെ അവർ ആ ഒരു സീനിന് വേണ്ടിയിട്ട് കുറച്ച് നാൾ പഠിച്ചിട്ട് അത് ചെയ്യണേന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് മർമ്മപ്രയോഗം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ശരിക്കും ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണോ, അതോ ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണോ? ജീവനുണ്ടോ? ജീവനുണ്ട്. ഉണ്ടല്ലോ അല്ലേ. ശരീരത്തിൻ്റെ അകത്ത് ജീവൻ ഇരിക്കുന്ന എവിടെയാണ്? എല്ലായിടത്തും ഉണ്ട്. ജീവൻ പ്രാണനെയും കൊണ്ട് കുടികൊള്ളുന്ന ഭാഗത്തെയാണ് മർമ്മം എന്ന് പറയുക. അതായത് കുറേ മർമ്മങ്ങളുണ്ട് കേട്ടോ, 4000 വരെ മർമ്മങ്ങളുണ്ട്. നമ്മുടെ ആയുർവേദ വിധി പ്രകാരം 107, 108 പറയുന്നുണ്ട്. കളരിയിൽ അത് കൂടാതെ വേറെയും പറയുന്നുണ്ട്. ഇപ്പോൾ മർമ്മകണ്ഠി എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, അതിൽ തന്നെ 27 മർമ്മങ്ങൾ വേറെ പറയുന്നുണ്ട്. ഓരോന്നിനും ഞാൻ വിട്ടുപോയി, അത് വിഷയങ്ങളില്ലാത്തവരും വിട്ടുപോയി. അപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിൽ തന്നെ പല ഗുരുക്കന്മാർ പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണം വെച്ചാൽ എൻ്റെ ശരീരം ഇന്ന് ഞാൻ എഴുന്നേറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് എൻ്റെ പ്രാണൻ, എൻ്റെ ജീവൻ പല സ്ഥലത്തൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഒരു സ്ഥലത്ത് മാത്രമല്ല. എൻ്റെ ജീവൻ ഇരിക്കുന്നത് ഒരു സ്ഥലത്ത് മാത്രമല്ല, 7 ലെയറിലായിട്ടാണ്. നമ്മുടെ കാഴ്ചപ്പാടിലൊരു ടി വി കാണുമ്പോൾ ഒരു വെളിച്ചം പോലെ സാധനം ഇരിക്കുന്നു, ആ ജീവൻ. അങ്ങനെയല്ല. ജീവൻ്റെ ഭാഗങ്ങൾ 7 ഭാഗത്തായിട്ടാണ് ഇരിക്കുക. തുടർ ഭാഗമാണ്, പല അവയവങ്ങളിലൂടെ കടന്നു പോകും. അപ്പോൾ എവിടെയൊക്കെ ജീവൻ ഇങ്ങനെ കൂടി ഇരിക്കുന്നോ, പ്രാണനെ കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്തൊക്കെ പറയുന്ന ഒരു മർമ്മം എന്ന് പറയും. ഇപ്പോൾ എല്ലാ ഭാഗത്തും ഇതൊരു മർമ്മമാണ്, ഇതൊരു മർമ്മമാണ്, ക്ഷിപ്രം എന്ന് പറയും. ഇവിടെ എപ്പോഴടിച്ചാലും നടക്കില്ല, എപ്പോഴടിച്ചാലും ചാവില്ല. ഇവിടെ പ്രാണൻ്റെ കൂടെ ജീവൻ എപ്പോഴിരിക്കുന്നോ അപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ അവൻ ചത്തുപോകും. തൃശങ്കം എന്ന് പറഞ്ഞ മർമ്മമുണ്ട് ഇവിടെ ഈ ഭാഗത്ത്. ഇവിടെ മർമ്മത്തിൽ ക്ഷതം കൊണ്ടു കഴിഞ്ഞാൽ 41-ാമത്തെ ദിവസം നെഞ്ച് പൊട്ടി പുഴു വരും. കൊള്ളേണ്ട സ്ഥലത്ത് കൊണ്ടാൽ കൊള്ളുന്ന സ്ഥലത്ത് കൊണ്ടാലല്ല, ആ സമയത്ത് ജീവൻ ഉണ്ടാവണം. ഞാൻ ഇടിക്കുന്ന സമയത്ത് അവൻ്റെ ജീവൻ എവിടെ നിൽക്കുന്ന അറിയണം. അതെങ്ങനെ? അതാണ് കളരിയാശാൻ്റെ ഗുണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പഠിക്കുവാണ്, ഇവിടെ ഒരു മർമ്മമുണ്ട്, ഇവിടെ മർമ്മമുണ്ട്, ഇവിടെ മർമ്മമുണ്ട്, ഇവിടെ മർമ്മമുണ്ട് ഒക്കെ പഠിച്ചു. ഞാൻ തന്ന സമയത്ത് അവൻ്റെ ജീവൻ അവിടെ ഇല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. ചെറിയ ക്ഷതം ഉണ്ടാവും ഫിസിക്കൽ ബോഡിയിൽ. ഈ പ്രാണൻ ഇരിക്കുന്നത് ഫിസിക്കൽ ബോഡിയിൽ മാത്രമല്ലല്ലോ, ജീവൻ ഇരിക്കുന്നത് ശരീരത്തിനകത്താണോ? പൂവിൻ്റെ അകത്ത് ഗന്ധം ഇരിക്കുന്നത് പൂവിൻ്റെ അകത്ത് മാത്രമല്ല, പുറത്തേക്കും പ്രസരിപ്പിക്കുന്നുണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ പ്രാണശരീരത്തിൻ്റെ അകത്തുന്ന ജീവൻ, ആ ജീവൻ്റെ തുടിപ്പ് പ്രാണനുമായി വലിച്ചു പിടിച്ച് ഒരു പോയിന്റിൽ ഇരുത്തുമ്പോൾ അതിന് പറഞ്ഞ പേരാണ് മർമ്മം. അതിനെ കണ്ടറിഞ്ഞ് കുത്തുന്നവനാണ് മർമാണി. ഇവിടത്തെയുള്ള പ്രാണൻ ഇളകുമ്പോൾ ഈ പ്രാണൻ ഇവിടെ പ്രാണൻ ഉണ്ടായിരുന്നു, ഇവിടെ കുത്തു കൊടുത്ത് ഇവിടെ ഇളകി നോക്കിട്ടെ. ഇളകിയ സമയത്ത് ഇവിടെ വായു ചലിക്കും. പ്രാണനും വായു രണ്ടാണ്. ഈ വായു ചലിക്കും. ഈ വായു ചലിച്ചിട്ട് എൻ്റെ ശരീരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പുള്ളി ബാധിക്കും. കണ്ടല്ലേ, എപ്പോഴും അടിക്കും. ചില വയറ്റിൽ നിന്ന് എപ്പോഴും ഗ്യാസ് പോയിക്കൊണ്ടിരിക്കും, ചില എപ്പോഴും കണ്ണും കഞ്ചി പോയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ വായുവിൻ്റെ വിഷയം കൊണ്ടാണ്. ചില കാലം എപ്പോഴും മരയിക്കും ചിലർക്ക്. അപ്പോൾ ചെറിയ ഒരു മർമ്മത്തിൽ തൊട്ടാൽ തന്നെ വായു ചലിക്കും. അപ്പോൾ ഏത് സമയത്ത് എവിടെയാണ് ജീവൻ കൊടി കൊള്ളുന്ന അറിഞ്ഞിട്ട് വേണം ഉപയോഗിക്കാനായി. അല്ലെങ്കിൽ മർമ്മമൊക്കെ ഒരു വെറും പാഴ്വാക്കാണ്. അത് എല്ലാവരിലേക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കില്ലല്ലോ. അതായത് ഇപ്പോൾ സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടല്ലേ പഠിപ്പിക്കുള്ളൂ. അങ്ങനെ ഉണ്ടോ ഇപ്പോഴും? അവിടെയാണ് ശിഷ്യനെ പഠിപ്പിക്കും, സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കില്ല. ശിഷ്യന് സ്റ്റുഡൻ്റ് അല്ല. വരുന്നവരെല്ലാം ശിഷ്യനല്ല, വരുന്നവരെല്ലാം സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസിൻ്റെ അകത്ത് നമ്മുടെ കഴിവുകളെ താങ്ങാൻ കഴിവുള്ള ശിഷ്യനെ സ്റ്റുഡൻറ്റ്
നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മുടെ മനസ്സുമായിട്ട് ഇണക്കും. നമ്മുടെ മനസ്സുമായിട്ട് ഇണക്കി നമ്മൾ എവിടെ സഞ്ചരിക്കുന്ന അവിടെ കൊണ്ടു കൊടുക്കും. എനിക്കൊരു അത് വേണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ചാൽ മതി, അത് മനസ്സിലാവണം. സിനിമയിൽ പറയല്ലേ, മറ്റേ ബാഹുബലി പറയല്ലേ, മാമ ആയുധം എന്ന് പറയുമ്പോഴേക്കും ആയിട്ട് കൊടുക്കുക എന്ന് പറയണ്ട, എന്ന് ചിന്തിക്കുന്ന മാത്രയിൽ എൻ്റെ സാധനം കയ്യിൽ വേണം. അതായത് ഞാൻ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ആശ അടുത്ത് വെക്കും. ഇപ്പോൾ ചില നടുവൊക്കെ പൊസിഷൻ ചെയ്യുന്ന സമയത്ത് ആശ അങ്ങനെ കാണിക്കുള്ളൂ. മിണ്ടാൻ പറ്റില്ല, ട്രീറ്റ്മെൻറ്റ് റൂമിൽ വർത്താൻ പറയുമെങ്കിലും അപ്പം മിണ്ടില്ല, നടു പൊസിഷൻ ചെയ്യുന്നത് മിണ്ടില്ല നമ്മൾ. അപ്പോൾ ആശ ഇങ്ങനെ കാണിക്കുള്ളൂ കണ്ണുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുണ്ട്, രണ്ടുപേർക്ക് മനസ്സിലാവും എന്താ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കും ആശാനെ ഇതെന്താന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം, അങ്ങനെ ഒരു നമ്മളുമായിട്ട് ഇടങ്ങിച്ചേരാനുള്ള കഴിവ് ആർക്ക് വരുന്നോ അവന് ശിഷ്യനിലേക്ക് ആവശ്യമുള്ളൂ. ശിഷ്യനായിട്ട് പരിഗണിക്കില്ല എപ്പോഴും. അങ്ങനെ പരിഗണിക്കാണ്ട് വരുമ്പോഴാണ് നമ്മൾ നശിപ്പിച്ചറിയണത്. അങ്ങനെ നിന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ മെല്ലെ അറിവ് കൊടുക്കും. അറിവ് കൊടുത്ത് കഴിയുമ്പോൾ എന്നെ പഠിപ്പിച്ചാൽ മുഴുവനെ കിടത്തും. എന്നിട്ട് ഇവിടെയാണ് ഇന്ന മർമ്മം എന്ന് പറയും. അത് ഇങ്ങനെ കാണിച്ചു തരും. ഇവിടെ മർമ്മമൊക്കെ ഇരിക്കുന്നുണ്ട് ശരി തന്നെ, പക്ഷെ അവിടെ ജീവനുണ്ടോ എന്ന് കൂടി നോക്കണം എന്ന് പറയും.